നമസ്കാരം. ഇന്ന് ഞാൻ നല്ല സന്തോഷത്തിലാണ്. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഐക്കൺസ് ഓഫ് സക്സസ് എന്ന് പറഞ്ഞ ദീപിക പത്രം നടത്തുന്ന ഒരു 140 ഇയേഴ്സായി ദീപിക തുടങ്ങിയിട്ട്. ആ ദീപിക പത്രത്തിൻ്റെ ആ 140 ഇയറിൻ്റെ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ഐക്കൺസ് ഓഫ് സക്സസ് ഏകദേശം 100 കേരളത്തിൽ നിന്നുള്ള 100 ബിസിനസ്സിൻ്റെ ബെസ്റ്റ് ബിസിനസ്, അതായത് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഐക്കൺസ് 100 പേരെ തിരഞ്ഞെടുത്തിരുന്നു. അതിൽ ഒരു ആളായി മാറാൻ വളരെ എന്താ പറയുക, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അത് ഞാൻ പെട്ടെന്നാണ് അറിഞ്ഞത് ഇതിലൊരാളാണെന്ന്. എന്നോട് പറയണത് തന്നെ ഏകദേശം ഈ ഇവൻറ്റിൻ്റെ ഒരാഴ്ച മുന്നെയാണ് എന്നോട് പറയുന്നത് ഇങ്ങനത്തെ ഒരു പരിപാടിയിൽ സാറുണ്ട്. എനിക്ക് എന്നിട്ട് ഒരു ബുക്കായിട്ടാണ് ആ ഇവൻ്റ് ആർക്കൈവ്സിൽ വെക്കാനുള്ള ഒരു ബുക്കായിട്ടാണ് അവരത് പ്രസിദ്ധീകരിക്കുന്നത്. ആ 100 പേരെ പേര് അതിൽ യൂസഫ് അലി സാറുണ്ട്, പിന്നെ പുലിമുട്ടിൽ സിക്സിൻ്റെ അവരുണ്ട്, പിന്നെ ചവറ മാട്രിമോണിയൽ, പിന്നെ നമ്മുടെ എന്താ ഒരു പേര് വി ഗാർഡ് ഉണ്ട്, അതേപോലെ തന്നെ കുറേ പേരുണ്ട്. അതിൽ നമുക്ക് അറിയുന്ന കുറേ ഒത്തിരി പേരുണ്ട്. നമുക്കറിയുന്ന ഒത്തിരി പേര് നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. എല്ലാം പ്രശസ്തമായിട്ടുള്ള ആളുകൾ എല്ലാവരും ഉണ്ട്. അവരുടെ ഇടയിൽ ഡി-ലാപ്പിന് ഒരു സ്ഥാനം കിട്ടിയെന്ന് പറയുന്നത് നിങ്ങൾ എൻ്റെ പേഷ്യൻസായിട്ട് വന്ന ആളുകളും നമ്മുടെ ഈ ഹെയറിൻ്റെ ഒരു എന്താ പറയുക, ഏറ്റവും വില കുറഞ്ഞ ഏറ്റവും എല്ലാ ആളുകൾക്കും അഫോർഡബിളായിട്ട് ഹെയറിൻ്റെ പ്രശ്നങ്ങൾ മാറ്റുന്ന ഒരേ ഒരു സ്ഥാപനമാണ് ഇത് കേരളത്തിലുള്ള. ആ ഒരു കാര്യത്തിൽ ഞങ്ങൾ അത്രയും സന്തോഷമുണ്ട്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മുടിവിൻ്റെ കഷണ്ടി ആണെങ്കിലും എന്താണെങ്കിലും നമ്മളടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നമ്മളത് എന്തെങ്കിലും, അതായത് നിങ്ങൾക്ക് കഷണ്ടിയാണ്, ക്രൗൺ ഏരിയയിൽ കഷണ്ടിയാണ് വയ്ക്കാം, പൈസ ചിലവാവാത്ത രീതിയിൽ തന്നെ നമ്മളത് മാക്സിമം റെഡിയാക്കി കൊടുക്കാറുണ്ട്. അത് മാത്രമല്ല, ഇനിയിപ്പോൾ റിസൾട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലവാക്കിയ പൈസേൻ്റെ ഇത് റീഫണ്ട് 75% നമ്മൾ റീഫണ്ടും ചെയ്യും. അതുമാത്രമല്ല, അതിൻ്റെ കൂടെ ഒരു ഫ്രീ ആയിട്ട് സെഷൻസ് ഒന്നും കൂടി കൊടുക്കും. ഇതൊക്കെ ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇത്രയും പെട്ടെന്ന് ഇത്രയും വളർച്ചയിലെത്തിയത്. ഹൈദരാബാദിൽ ആണ് നമ്മൾ അടുത്ത ബ്രാഞ്ച് തുടങ്ങുന്നത്. ഹൈദരാബാദിൽ നമ്മൾ നടക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ വേറൊരു സന്തോഷ വാർത്തയും കൂടി ഉണ്ട്. ആ സന്തോഷ വാർത്തയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായത്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇനി തൊട്ട് മെഡിസിൻസ് മാനുഫാക്ചർ ചെയ്യാനുള്ള ലൈസൻസ് കിട്ടിയിട്ടുണ്ട്. അതായത് എല്ലാ സിറംസും എല്ലാ മെഡിസിൻസും മാനുഫാക്ചറിങ് ലൈസൻസ്, അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു, ഞങ്ങൾ ട്രൈക്കോസൽ എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാനും എൻ്റെ ഒരു സുഹൃത്ത് റിസ്വാനും, ഞങ്ങൾ 3 പേരും, റിസ്വാനും പിന്നെ കോസ്മോജി എന്ന് പറഞ്ഞ ഒരു ടീമും, ഞങ്ങൾ 3 പേരും കൂടി തുടങ്ങുന്ന കമ്പനി. ആ കമ്പനിയിൽ എല്ലാ പേപ്പേഴ്സും കിട്ടി. അതിൽ നമുക്ക് മാനുഫാക്ചർ ചെയ്യാൻ പറ്റും മെഡിസിൻസ് ആയിട്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഇങ്ങനെ മാനുഫാക്ചർ ലൈസൻസ് നമുക്ക് കിട്ടിയതുകൊണ്ട് ഇനി തൊട്ട് ഏതൊരു ക്ലിനിക്കിലും വേണമെങ്കിൽ ഡി-ലാപ്പിലെ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് ഞങ്ങൾക്ക് കിട്ടുന്ന പോലത്തെ റിസൾട്ട് വരുത്താൻ പറ്റും. അതായത് ഞങ്ങൾ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഇന്ന ഡോക്ടറിനെ ചെയ്യണമെന്നില്ല, ഞങ്ങൾക്ക് കൊടുക്കുന്ന ആ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് എല്ലാ സ്ഥലത്തും ഞങ്ങൾക്ക് എത്തിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഹൈദരാബാദിൽ ഒത്തിരി ആളുകൾ ഇവിടെ ഇത് വേണമെന്ന് പറയുന്നുണ്ട്. ഡൽഹിയിലൊക്കെ, ഹൈദരാബാദിൽ ഇപ്പോൾ നമ്മൾ തുടങ്ങി, ഡൽഹിയിലൊക്കെ കുറേ പേർക്ക് ഇത് വേണം ഈ ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് പറഞ്ഞ് കോള് വരാറുണ്ട്. അവർക്കൊക്കെ അവിടുത്തെ ഏതെങ്കിലും ഒരു ക്ലിനിക്ക് നമ്മുടെ അടുത്ത് നിന്ന് ഈ പ്രൊഡക്റ്റ് വാങ്ങാൻ റെഡിയാണെങ്കിൽ നമ്മൾ പറയുന്ന പോലെ അവരത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് അതേപോലെ ഇഞ്ചെക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഡെഫിനറ്റ്ലി റിസൾട്ട് കിട്ടും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അതായത് വേൾഡ് വൈഡ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഞങ്ങളെ ചെയ്യുന്ന ഈ മെത്തേഡ് അത് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും, ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. അത് ഏതെങ്കിലും ഒരു ഡോക്ടർ ചെയ്തുകൊണ്ട് പ്രത്യേക റിസൾട്ട് ഉണ്ടാവും, അങ്ങനെയല്ല. ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് ഞങ്ങൾ ഡി-ലാപ്പിൻ്റെ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഡി-ലാപ്പും ട്രൈക്കോസെല്ലും കൂടി ഒരുമിച്ചുണ്ടാക്കുന്ന ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി റിസൾട്ട് കിട്ടും. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഏതാണ്. ഞങ്ങളെ സ്വന്തമായിട്ടുള്ള പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യുന്നത്. അത് സോഴ്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. അത് തന്നെ ഞങ്ങൾ മാനുഫാക്ചർ ചെയ്ത് അതായത് അത് ഞങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി മാത്രമേ ആദ്യം യൂസ് ചെയ്തിരുന്നത്. ഇപ്പോൾ ഞങ്ങളത് മൾട്ടി ലെയർ മാനുഫാക്ചറിങ് പോലെ കുറേ ലെയറിലായിട്ട് മാനുഫാക്ചർ ചെയ്ത് ഒത്തിരി ആളുകൾക്ക് കൊടുക്കാനും ഒത്തിരി എക്സ്പോർട്ട് ചെയ്യാനും പറ്റുന്ന ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. അത് വളരെ വളരെ സന്തോഷമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇനിയിപ്പോൾ ആരും വന്ന് കുറ്റം പറയില്ല. അപ്പോൾ സ്റ്റെം സെൽസ് ആക്ടിവേഷൻ ട്രീറ്റ്മെൻറ്റ് ആദ്യം പറഞ്ഞപ്പോൾ കുറേ പേര് വന്നിട്ട് കുറേ അങ്ങനെയൊന്നുമില്ല ഇങ്ങനെയൊന്നുമില്ല വിനോദത്തിൻ്റെ ഇതാണ് എന്നൊക്കെ പറയും. പിന്നെ ഈ പറയുന്ന ആളുകളൊക്കെ തന്നെ എന്താണ് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാതെയുള്ള റിസൾട്ടും ട്രാൻസ്പ്ലാന്റേഷൻ ഇല്ലാത്ത റിസൾട്ടും കാര്യങ്ങളൊക്കെ പറ്റി കൂടുതൽ പറയാൻ തുടങ്ങി. അങ്ങനെ അവർ പിന്നെ അവർ തന്നെ സമ്മതിക്കേണ്ട ഒരു അവസ്ഥ വന്നു. സ്റ്റെം സെൽ ആക്ടിവേഷൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് എഫക്റ്റീവ് ആണ് എന്ന് അവർ തന്നെ സമ്മതിക്കേണ്ട ഒരു അവസ്ഥ വന്നു. പിന്നെ അത് മാത്രമല്ല, മിനോക്സിൽ കൊണ്ട് റിസൾട്ട് എത്ര കിട്ടും എന്നുള്ളത് എനിക്ക് തോന്നുന്നു മിനോക്സിനെ പറ്റി അറിയണ എല്ലാവർക്കും അറിയാം. ഒരു പരിധിക്ക് അപ്പുറം റിസൾട്ടൊന്നും മിനോക്സിൽ കൊണ്ട് കിട്ടില്ല. ഞങ്ങളുടെ റിസൾട്ട് എങ്ങനെയാണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. ഞങ്ങളുടെ റിസൾട്ട് എന്ന് വെച്ചാൽ ചില്ലറ റിസൾട്ടൊന്നുമല്ല, നല്ല അടിപൊളി റിസൾട്ട് കിട്ടും. പക്ഷേ അതിന് ടൈമുണ്ട്, ഒരു 6 മാസം ടൈമിൻ്റെ ഉള്ളിലാണ് നല്ല റിസൾട്ട് കിട്ടുക. അത് വെച്ചിട്ടാണ് ഞങ്ങൾ നിലനിൽക്കുന്നത്. ഞങ്ങളിപ്പോൾ 3-3.5 കൊല്ലമായി ഈ ഒരു ഫീൽഡിൽ ഇങ്ങനെ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇത് ചില്ലറ കാര്യമല്ലേ. കാരണം ഞങ്ങൾ മൊണോപ്പൊളിയാണ്, ഞങ്ങൾ മാത്രമായിട്ടാണ് ഈ ഒരു ഫീൽഡിൽ, അതായത് റീജനറേറ്റീവ് മെഡിസിൻ എന്ന് പറയുന്ന ട്രാൻസ്പ്ലാന്റേഷൻ ഉപയോഗിക്കാതെ റിസൾട്ട് വരുത്തുന്ന കഷണ്ടിയും ഹെയർ ലോസും മാറ്റുന്ന ഈ ഒരു ഫീൽഡ്, ആ ഒരു ഫീൽഡിൽ ഇതിന് മാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന വേറെ ഒരു ക്ലിനിക്കും ഇല്ല.
അത് എന്തുകൊണ്ട് അങ്ങനെ പറയണമെന്ന് വെച്ചാൽ അവരെന്തുകൊണ്ട് ഫോക്കസ് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ആദ്യം തൊട്ടേ എടുത്തൊരു തീരുമാനമാണ് ട്രാൻസ്പ്ലാന്റേഷൻ ഇല്ലാതെ തന്നെ പേഷ്യൻസിന് മുടി വരുത്തണം. അത് മാക്സിമം പറ്റുന്നിടത്തോളം രീതിയിൽ ഏതൊക്കെ മെത്തേഡ് ആണെങ്കിലും ശരി മുടി വരുത്തണം എന്നുള്ളൊരു ലോഗോയിലാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. ആ ഒരു ഇത് ബേസിസിലാണ് നിങ്ങൾ എല്ലാവരും ഞങ്ങളെ അക്സെപ്റ്റ് ചെയ്തത്. ഇനി ആ ഭാവിയിൽ ഇനിയിപ്പോൾ ട്രാൻസ്പ്ലാന്റേഷൻ്റെ ഒരു സെക്ഷൻ തുടങ്ങണം എന്ന് കുറേ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതായത് നെറ്റിൻ്റെ സൈഡിലൊക്കെ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിട്ട് നമുക്ക് അതും കൂടി ഒന്ന് സെക്ഷനായിട്ട് തുടങ്ങിയിട്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്തുകൂടെ എന്ന് കുറേ പേര് മാത്രമല്ല ചില ക്ലിനിക്കുകൾ വരെ എന്നെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ വേണ്ടാന്നാ പറയുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞൊരു സ്റ്റാൻഡാണ് ട്രാൻസ്പ്ലാന്റേഷൻ വേണ്ട എന്ന്, അല്ലാതെ ഹെയർ വരുത്താം. ഇനിയിപ്പോൾ ഇവിടെ കുറച്ച് ട്രാൻസ്പ്ലാന്റേഷൻ അവിടെ കുറച്ച് ട്രാൻസ്പ്ലാന്റേഷൻ ആവശ്യമില്ല. നമുക്ക് അതില്ലാതെ തന്നെ മുടി വരുത്തുന്ന ആ ഒരു അഫോർഡബിലിറ്റിയാണ് നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഭാവിയിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത് കൊടുക്കുന്ന കേസുകൾ വരണം എന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ക്ലിനിക്കിലോട്ട് റെഫർ ചെയ്ത് കൊടുക്കുക, അല്ലാതെ ഞങ്ങൾ എന്തായാലും ട്രാൻസ്പ്ലാന്റേഷൻ തൊട്ടുള്ള കളി ഉണ്ടാവില്ല. കാരണം ഞങ്ങൾക്കത് ഞാൻ എൻ്റെ ബേസ് കോർ വാല്യൂസ് ആയിട്ടുള്ള വിത്തൗട്ട് ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞ് പരസ്യം ചെയ്തിട്ട് അവസാനം ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നത് വളരെ മോശമുള്ള കാര്യമാണ്. അത് നമ്മളെ വ്യൂവേഴ്സിനെ പറ്റിക്കുന്ന പോലെ. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ഞാൻ നിൽക്കില്ല. ഞങ്ങൾ എന്തായാലും ട്രാൻസ്പ്ലാന്റേഷൻ ഇല്ലാതെ തന്നെ മുടി വരുത്തുന്ന ഈ ഒരു ടെക്നിക്ക് കൊണ്ട് തന്നെ മുന്നോട്ട് പോകും. ഞങ്ങൾക്ക് ഇത് തന്നെ അത്യാവശ്യം അത്രയും നല്ല പേഷ്യൻസ് വരുന്നുണ്ട്. അത് മാത്രമല്ല, കാരണം എന്താ വെച്ചാൽ വേറെ എവിടെയാണ് റീഫണ്ട് കിട്ടുക, വേറെ എവിടെയാണ് നിങ്ങൾക്ക് ഫ്രീ ട്രീറ്റ്മെൻറ്റ് കിട്ടുക, വേറെ എവിടെയാണ് നിങ്ങൾക്ക് GFC പോലും 2000-3000 വാങ്ങുന്ന സ്ഥലത്ത് നിങ്ങൾ മെയിൻ്റനൻസ് ബൂസ്റ്റർ എത്ര പൈസയ്ക്കാണ് ചെയ്യുന്നത്? അതും കൊല്ലത്തിലൊരിക്കലും 1000 രൂപയ്ക്ക് മെയിൻ്റനൻസ് ബൂസ്റ്ററിൻ്റെ ആവശ്യമേ. ഇത്രയും പൈസ കുറവിൽ എന്ന് പറയുന്നത്, ഇത്ര മുടി വെട്ടാൻ വരെ 1000 രൂപ വരുന്ന ഇക്കാലത്ത് നിങ്ങൾക്ക് ആ ഒരു ട്രീറ്റ്മെൻറ്റ് SCT കഴിഞ്ഞിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ ആകെപ്പാടെ 1000 രൂപ ആവശ്യം പറ്റുള്ളൂ. അതൊക്കെ നിങ്ങൾ ആലോചിക്കണം, ആ കാര്യം കൂടി ചിന്തിക്കണം. മനസ്സിലായില്ലേ? പിന്നെ ഒരുപാട് പേര് എന്താ പറയുന്ന കാര്യമാണ്, ഞാൻ ചില കമൻസിൽ വന്നു റിസൾട്ട് ഇല്ല, ചില ആളുകൾ റിസൾട്ട് ഇല്ല എന്ന് പറഞ്ഞ കമൻറ്റുകൾ ഇതിലിരുന്ന് കണ്ടു. ഞാൻ അവരോടൊക്കെ ചോദിക്കുന്നത്, നിങ്ങൾ റിസൾട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഞങ്ങളോട് പറയണം. ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളാണല്ലോ അതിൻ്റെ ഉത്തരവാദികൾ. നിങ്ങൾക്ക് റിസൾട്ട് ഇല്ലെങ്കിൽ ഞങ്ങളതിന് ഒന്നും കൂടി റിപ്പീറ്റ് SCT വേണമെങ്കിൽ ചെയ്തു തരാം, അല്ലെങ്കിൽ എന്താണ് ബൂസ്റ്റർ ഒന്നും കൂടി വേണമെങ്കിൽ ചെയ്തു തരാം. ഇതിനൊന്നും പൈസ അടയ്ക്കേണ്ട ആവശ്യമില്ല. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ഞങ്ങളോട് പറയാത്തതെന്ന് ഞാൻ ചോദിക്കുന്നത്. ഞങ്ങളോട് പറയാതെ നിങ്ങൾ ഇവിടെ സോഷ്യൽ മീഡിയയിൽ മാത്രം വന്ന് പോസ്റ്റ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യം എന്താണ്? അതാണ് ഞാൻ ചോദിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് മോശം വരും അങ്ങനത്തെ ഒരു സ്കീമിലല്ല ഞാൻ പറയുന്നത്. ബേസിക്കലി ഞാൻ ഒരു രീതിയിൽ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്, എല്ലാം ഉണ്ട്. അത് പോസ്റ്റ് ചെയ്തോളൂ. നിങ്ങൾക്ക് റിസൾട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്തോളൂ, കുഴപ്പമില്ല. പക്ഷെ അതിന് മുന്നേ ഞങ്ങളെന്ന് അറിയിക്കണ്ടേ? ഞങ്ങളറിയാതെ നിങ്ങൾ ഇവിടെ ഡയറക്റ്റ് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളെന്താ വിചാരിക്കുക, നമ്മൾ ബാക്കിയുള്ളവരെന്താ വിചാരിക്കുക, നമ്മളതിന് കെയർ കൊടുക്കുന്നില്ല എന്നല്ലേ? എന്തിനാണ് അങ്ങനത്തെ ഒരു വിചാരം എല്ലാവരെയും വരുത്തിക്കേണ്ട കാര്യം? നിങ്ങൾക്ക് റിസൾട്ട് ഇല്ലെങ്കിൽ നമ്മളടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനുള്ള സൊല്യൂഷനായിട്ട് എന്തെങ്കിലും ചെയ്തു തരും. റിസൾട്ട് എങ്ങനെയെങ്കിലും വരുത്തും. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന വരെ ഞങ്ങൾ റിസൾട്ട് നിങ്ങൾക്ക് വരുത്തി തരും, വിത്തൗട്ട് എനി സൈഡ് എഫക്റ്റ്. ഞങ്ങളത് ചെയ്യാൻ പറ്റുന്നിടത്തോളം ചെയ്തു തരും. എന്നിട്ട് പറ്റുന്നില്ലെങ്കിൽ ഞങ്ങൾ റീഫണ്ടും തരുന്നുണ്ട്. ഇത്രയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ റിസൾട്ട് ഇല്ല എന്ന് ഇവിടെ ഷൗട്ട് ഔട്ട് അല്ല ചെയ്യേണ്ടത്. ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ഞങ്ങളോട് പറയാം റിസൾട്ട് ഇല്ല, അല്ലെങ്കിൽ ഞങ്ങളെ കോൾ ചെയ്യുക. ഇനിയിപ്പോൾ എന്നെ വിളിച്ചിട്ട് കിട്ടില്ല എന്നാണ് പ്രശ്നമെങ്കിൽ എന്നെ മാത്രം എന്തിനാണ് വിളിക്കുന്നത്? നിങ്ങൾക്ക് ക്ലിനിക്കിൽ വിളിച്ചുകൂടെ? ക്ലിനിക്കിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കാര്യം പറയും. എന്നെ കിട്ടണമെങ്കിൽ ഏകദേശം 7 മണിക്ക് ശേഷം വിളിച്ചാലേ എന്നെ കിട്ടുള്ളൂ. എന്നെ കിട്ടാനും കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം ഞാനിപ്പോൾ അധികം യാത്രകളിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് എന്നെ കിട്ടാൻ ബുദ്ധിമുട്ട്. ഹൈദരാബാദ് ഇവിടെയും ബാംഗ്ലൂരൊക്കെ കൂടി ആയിട്ട് പോവുകയാണ്. ഇപ്പോൾ തന്നെ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ ഞാൻ അത് കണ്ട ബാക്കിൽ കൂടെ ഹൈവേയിലൂടെ വണ്ടി പോകുന്നത് കാണാം. അപ്പോൾ എപ്പോഴും ഞാൻ ഈ ഒരു യാത്രയിലാകുമ്പോൾ എന്നെ കിട്ടുന്നുണ്ടാവില്ല. ബട്ട് യു ക്യാൻ കോൾ ടു ക്ലിനിക്കിൽ വിളിക്കുക. അവിടെ ഇഷ്ടംപോലെ ഡോക്ടേഴ്സ് ഉണ്ട്, അവിടെ ഇഷ്ടംപോലെ സ്റ്റാഫ് ഉണ്ട്. അവിടെ വിളിച്ചിട്ട് കാര്യം പറയാം. അവരെന്താ വേണ്ടത് ചെയ്തു തരും. അത് നിങ്ങൾ ചെയ്യാതെ റിസൾട്ട് ഇല്ലാതെ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത് വളരെ മോശമുള്ള കാര്യമാണ്. അതല്ല, നേരെ മറിച്ച് നിങ്ങൾക്ക് അവിടെ നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞു, എന്നിട്ട് ഞങ്ങളുടെ ഭാഗത്തിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഉത്തരമില്ല, അല്ലെങ്കിൽ ഞങ്ങളത് കെയർ ചെയ്യണില്ല എന്നുള്ള സ്കീമാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പോസ്റ്റ് ചെയ്യണമെങ്കിൽ പിന്നെ അർത്ഥമുണ്ട്. അതിനൊക്കെ ഓക്കെ, അതൊക്കെ പോസ്റ്റ് ചെയ്യാം. ഞാനൊരു പോസ്റ്റും അങ്ങനെ ഡിലീറ്റ് ചെയ്യാറൊന്നുമില്ല. ഞാൻ എന്നെ പറ്റി മോശമായിട്ട്, അതായത് തെറി വിളി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള കമൻറ്റ്സ് മാത്രമേ ഞാൻ ഡിലീറ്റ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ റിസൾട്ട് കുറവാണ് എന്ന് പറയുന്ന ഒരു കമൻറ്റ് അൺലെസ് ആൻഡ് അൺടിൽ ആ പേഷ്യൻ്റ് യഥാർത്ഥത്തിൽ ആയോടത്തോളം ഞങ്ങളത് ഡിലീറ്റ് ചെയ്യാറില്ല. ചില ആളുകൾ റിസൾട്ട് ഇല്ല എന്ന് പറയുന്നത് പേഷ്യൻ്റ് പോലും അല്ല, അവർ വന്നിട്ട് പോലും ഉണ്ടാവില്ല. അങ്ങനത്തെ ആളുകളുണ്ട്. അത് നമുക്ക് മനസ്സിലാവും ചെയ്യും. നമ്മൾക്ക് കാണാൻ ഒരു ഡാറ്റാ ബേസും അവർ പേരടിച്ച് നോക്കിയാലും അവർ ഡീറ്റെയിൽസ് പറയുമ്പോഴോ അവർ ഇത് പറയുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവും. അതൊക്കെ വേറെ രീതിയിൽ കൈകാര്യം ചെയ്യേണ്ട കേസ്. ഞാൻ പറഞ്ഞു, ഇങ്ങനത്തെ കേസുകൾ, അതായത് യഥാർത്ഥത്തിൽ നിങ്ങൾ ഇവിടെ വന്നിട്ട് റിസൾട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ അത് ഞങ്ങളോട് പറയണം പ്ലീസ്. അല്ല, നിങ്ങൾ ഇവിടെ ഇടണ്ട എന്നല്ല ഞാൻ പറഞ്ഞ്, ഇവിടെ ഇട്ടോളൂ, നിങ്ങൾക്ക് ഇടേണ്ടത് ഇട്ടോളൂ, കുഴപ്പമില്ല. പക്ഷേ അതിന് മുന്നേ ഞങ്ങളോടൊന്ന് പറയാം, ഞങ്ങളുടെ അഭിപ്രായം എന്താണെന്നും കൂടി കേൾക്കുക. ഞങ്ങൾ എന്താ ചെയ്തു തരാൻ പറ്റുകയെന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്തു തരും. നിങ്ങൾക്ക് റിസൾട്ടിൽ ഞങ്ങൾ പൈസ പോകാത്ത രീതിയിൽ തന്നെ ഞങ്ങൾ ചെയ്തു തരും, മനസ്സിലായോ? അതുകൊണ്ട് അത് പേടിക്കണ്ട. ഇവിടെ എത്ര ആളുകൾ വന്നിട്ട് എത്ര പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഞെട്ടിപ്പോകുന്ന റിസൾട്ടുകൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ പറയാലോ, ഒരു ദിവസം കുറ്റം പറയുന്ന ആളുകളൊക്കെ ഒരു ദിവസം ഒന്ന് ലീവ് എടുക്കുക. എന്നിട്ട് നിങ്ങൾ ഇവിടം വരെ വന്നിട്ട് നിങ്ങൾ ഞങ്ങളെ പേഷ്യൻസിൻ്റെ റിസൾട്ട് ഒന്ന് കണ്ടുനോക്കൂ. റിസൾട്ട് കണ്ടുനോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം റിസൾട്ട് ഉണ്ട്. ഞങ്ങൾ ഇത്ര 3.5 കൊല്ലമായിട്ട് ഇവിടെ ഇതേ ഒരു ഇതിൽ സ്റ്റാൻഡിൽ നിന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. ചില ആളുകൾ പറയും അവിടെ വെറുതെയാണ്. ഈ വെറുതെയാണ് നിങ്ങൾ എന്താ വിചാരിച്ച്? കേരളത്തിൽ
ഒരു സ്ഥാപനം, മെഡിക്കൽ സ്ഥാപനം നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ ചില്ലറ രീതിയിൽ പോലും സ്കാമോ അങ്ങനെ എന്തെങ്കിലും നടത്തി കഴിഞ്ഞാൽ പൂട്ടേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ അത്ര സ്ട്രോങ് ആണ് ഇവിടുത്തെ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്സ്. അതായത് നിങ്ങൾ ഹെൽത്ത് മിനിസ്റ്റർ അണ്ടറിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ് ആയിട്ടുള്ള നമ്മളെ DH ഡ്രഗ് ഇൻസ്പെക്ടർ ആണെങ്കിലും അതേപോലത്തെ ഹെൽത്ത് ഇൻസ്പെക്ടർ ആണെങ്കിലും ഇവരൊക്കെ ഭയങ്കര സ്ട്രോങ് ആണ്. ഇവരൊക്കെ എല്ലാം ചെക്ക് ചെയ്യും. എല്ലാം ഇടയ്ക്കിടയ്ക്ക് 3 മാസം കൂടുമ്പോൾ ചെക്കിങ്ങും കാര്യങ്ങളും ഉണ്ട്. എല്ലാ പേപ്പേഴ്സും ഉണ്ട്. ISO രജിസ്ട്രേഷൻ വേറെ ഒരാൾക്കും കിട്ടാത്ത ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങൾ എന്താണ് മാങ്ങ പറിച്ചിട്ടില്ലല്ലോ, ഞങ്ങൾ അതിനല്ലല്ലോ കിട്ടിയത്. ഇതൊക്കെ ആലോചിക്കാത്ത ആളുകളാണ് ഈ വെറുതെ ഓരോന്ന് തോന്നിയത് പറയുന്നത് കാര്യം പറയും. ഞാൻ അങ്ങനെ പറയുന്നത് എന്താ വെച്ചാൽ, ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ്. കാരണം ഞാൻ ഈ ഒരു കമ്പനി ഇത്രയും അഫോർഡബിൾ, ഞങ്ങൾക്ക് എത്ര പൈസേൻ്റെ നഷ്ടം ഒരു പേഷ്യൻറ്റിന് റീഫണ്ട് ചെയ്യുമ്പോൾ വരുന്നുണ്ട് അറിയോ? ഡബിളാണ് റീഫണ്ടബിൾ എമൗണ്ട് പ്ലസ് ഫ്രീ ആയിട്ട് ചെയ്ത SCTൻ്റെ കിറ്റിൻ്റെ കോസ്റ്റ് എല്ലാം കൂടി കൂട്ടുമ്പോൾ വലിയ എമൗണ്ടാണ്. എന്നിട്ട് പോലും ഞങ്ങൾ റീഫണ്ട് കൊടുക്കുന്നില്ലേ? റിസൾട്ട് ഇല്ലെങ്കിൽ റീഫണ്ട് കൊടുക്കുന്നുണ്ട് മാൻ. പിന്നെ എന്താ പ്രശ്നം? അത് നിങ്ങൾക്ക് ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് കാരണം ഉണ്ടായിട്ടില്ലല്ലോ, ഒരു സൈഡ് എഫക്റ്റ് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എന്താ പ്രശ്നം? നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ നിങ്ങൾക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പോവാം, അത് നിങ്ങൾക്ക് ഓക്കെ. പക്ഷെ നമ്മൾ പറയുന്ന പോലെ കാര്യങ്ങൾ മുഴുവൻ ചെയ്യണം. ഫസ്റ്റ് സിറ്റിംഗ് എടുത്ത്, സെക്കൻഡ് സിറ്റിംഗ് എടുത്ത്, ബൂസ്റ്റർ എടുത്ത്, അത് കഴിഞ്ഞിട്ട് റിപ്പീറ്റ് ഒക്കെ എടുത്തതിന് ശേഷമാണ് റീഫണ്ട്. അല്ലാതെ റീഫണ്ട് മാത്രം എയിം ചെയ്ത് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ വരാതിരിക്കുകയാണ് നല്ലത്. പിന്നെ ഞാൻ പറയാലോ, പൈസ കുറവിന് ചെയ്ത് തരാൻ പറ്റില്ല, അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പൈസ കുറവിന് ഞാൻ സ്റ്റുഡൻസിന് ഫ്രീ ഓഫ് കോസ്റ്റിന് കൊടുക്കാറുണ്ട് ചില സമയത്ത്. ഫ്രീ ഓഫ് കോസ്റ്റിന് ഞാൻ വേണമെങ്കിൽ ഒരു ഓഫർ ഞാൻ പറയാം, ഈ മാസത്തിൽ വേണമെങ്കിൽ ഒരാൾക്ക് ഞാൻ ഫ്രീ ഓഫ് കോസ്റ്റ് ചെയ്ത് തരാം. പക്ഷേ അയാൾ ഫുൾ വീഡിയോ എടുക്കാൻ വേണ്ടി സമ്മതിക്കണം. പറ്റുകയാണെങ്കിൽ ഫേസ് അടക്കം കാണിച്ചിട്ട് വീഡിയോ എടുക്കാൻ റെഡിയാണെങ്കിൽ നമുക്ക് ഓരോ എന്താ പറയുക 15 ദിവസം കൂടുമ്പോൾ അയാൾക്ക് റിസൾട്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് വീഡിയോ എടുത്തിട്ട് ഇടാം. പക്ഷെ ഒരു മാസത്തിൽ ഒരാൾക്കൊക്കെ അങ്ങനെ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നോക്കാം, ചെയ്യാം. പക്ഷേ എനിക്ക് ആദ്യം അതിന് മുമ്പേ ആളെ ഒന്ന് കണ്ട് മനസ്സിലാക്കണം. കാരണം ആൾ ചിലപ്പോൾ വന്നിട്ട് ഇനിയിപ്പോൾ നമ്മൾ പറയണത് നമ്മൾ എനിമീസ് ആണെങ്കിൽ വേറെ രീതിയിലും ആവുമേ കാര്യങ്ങൾ. അവർ ചെയ്തിട്ട് മാറ്റില്ല എന്നൊക്കെ പറയും. ഇവിടെ ചെയ്ത ആളുകളോട് ചോദിച്ചു നോക്കിയാൽ ഞങ്ങൾക്ക് മനസ്സിലാവും മാറ്റം ഉണ്ടോ ഇല്ലയോ. എല്ലാവർക്കും ഒരു 90 പേര് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏകദേശം 93 ആളുകൾക്കും മാറ്റം ഉണ്ടാവും. പിന്നെ 7 പേരെ കാര്യം എല്ലാ ക്ലിനിക്കിലും എല്ലാ ഹോസ്പിറ്റലിലും ഉള്ള പോലെ തന്നെ ഫുൾ 100% റിസൾട്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് സ്കാമാണ്. അത് മനസ്സിലാക്കുക. നമുക്ക് മൊത്തം റിസൾട്ട് കിട്ടുന്ന ഒരു സ്ഥാപനം ഈ ലോകത്ത് തന്നെ ഉണ്ടാവില്ല. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ അതാണ് എല്ലാവരും മനസ്സിലാക്കേണ്ടത്. പിന്നെ എന്താ വെച്ചാൽ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വന്നതെല്ലാം പറയുന്നത്. പിന്നെ കുറച്ചും കൂടി കാര്യങ്ങളുണ്ട്, അത് ഞാൻ അടുത്ത വീഡിയോ പറയാം. എല്ലാം കൂടി ആയാൽ നിങ്ങൾക്ക് ചടച്ചു പോകും. ബൈ.